അപ്പൊ ഈ ആദ്യത്തെ വാഹനം വാങ്ങി വിൽക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ മൂലധനം ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ മൂലധനം എന്ന് പറയുന്നത് സത്യത്തിൽ എന്തായിരുന്നു? ആദ്യത്തെ വണ്ടി വിൽക്കുന്നതിൽ നമുക്ക് ഞാൻ സ്വന്തമായിട്ട് വാങ്ങിയിട്ടില്ല. ഞാൻ മറ്റൊരാളെ കയ്യിലുള്ള വാഹനം ഇയാൾക്ക് വാങ്ങിക്കൊടുത്തു. ഇതിന്റെ അടിയിൽ നിന്ന് കൊടുത്തു എന്ന് മാത്രം. ഓക്കെ. അന്ന് എത്ര പ്രായം ഉണ്ടാവും? ഞാൻ മനസ്സിലാക്കുന്നത് 18 വയസ്സ്. 18 വയസ്സിൽ ഒരുപാട് കാലത്തെ മുൻകൂട്ടി കണ്ട കഴിവുകൾ അങ്ങയിലുണ്ടായിരുന്നു എന്നതിന്റെ തെളിവാണ്. ഇന്ന് പിന്നെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വിഭാവന ചെയ്യുന്ന വിദ്യാഭ്യാസത്തിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്ന 3 കാര്യങ്ങളാണ്. അതിലൊന്ന് ക്രിയാത്മകമായി ചിന്തിക്കാൻ കഴിയാന്ന്, 2 പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയാന്നുള്ളതാണ്, 3 കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ഈ 3 സ്കില്ലും 18 വയസ്സിൽ നിങ്ങൾ ഉപയോഗിച്ചത് തന്നെയാണ് നിങ്ങളെ ഈ മേഖലയിൽ ഇത്രയും എത്തിക്കാൻ കഴിഞ്ഞത്.